അങ്ങനത്തെ പഠനം. ഞാനതിലൊരു കേവലം പഠിതമാണ്, എനിക്കറിയില്ല. പക്ഷെ എന്നെ ആകർഷിച്ച 1-2 സ്റ്റഡീസ് ഇപ്പോൾ ഓർക്കസ്ട്രേറ്റഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ, അതേപോലെ മൾട്ടി യൂണിവേഴ്സ് ആൻഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുകയും എന്നിട്ട് ബോധവും മനുഷ്യൻ്റെ ഈ ആത്മാവുമാണ് പരമം, പദാർത്ഥമല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് ഒരു മൈനോറിറ്റി സയൻറ്റിസ്റ്റുകൾക്ക് അവരുടെ നിഗമനത്തെ കൊണ്ടുപോവേണ്ടി വന്ന ഒരു സാഹചര്യം. അതിനെ നമ്മൾ മൈത്രേയൻ ഡിഗ്രേഡ് ചെയ്യുന്നതിനോടാണ് എനിക്ക് ഡിഗ്രേഡ് ചെയ്യുന്നതല്ല. എന്നും എല്ലാ സമയത്തും അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു എന്നുള്ള എനിക്ക് അറിയുന്നുണ്ടാ. അവർ ജീവിച്ചില്ല. മനുഷ്യൻ്റെ അറിവുകൾ സമാനതകൾ തന്നെയായിരിക്കും. എവിടെയോ വായിച്ചിട്ടുണ്ട് 2500-ലേറെ കാര്യങ്ങളെ മനുഷ്യനാകെ ബ്രെയിനിൽ വരുള്ളൂ. അപ്പം അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഫാക്ട്സ് അത് സെയിം അല്ലേ? ആ അർത്ഥത്തിലല്ല. ഏത് കാലത്ത് ആര് ജീവിച്ചാലും അവരെല്ലാം കണ്ടെത്തുന്ന ഫാക്ട്സിൽ സമാനത വരും. കാരണം പ്രപഞ്ചത്തിലുള്ള ഫാക്ട്സ് സെയിം ആണ്. അല്ല, ഫാക്ട്സ് സെയിം ആണെന്നുള്ളത് ശാസ്ത്രീയമായിട്ടേ തെളിയിക്കാൻ പറ്റുള്ളൂ, അല്ല പറ്റത്തില്ല. അതെ, അതുകൊണ്ടാണ് ഈ ശാസ്ത്ര പഠനങ്ങളെ മെൻഷൻ ചെയ്യുന്നതാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് അതിന് മെത്തഡോളജി ഉണ്ട്. അത് ഒരാൾ ഹൈപ്പോത്തിസിസ് വെക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ബോധ്യമാകുന്ന നിലവാരത്തിലുള്ള പ്രൂഫുകൾ വേണം. അല്ല, അങ്ങനെയാണെങ്കിൽ സാറേ നമ്മൾ എവല്യൂഷൻ തിയറിയെ പോലും ഒരു നാസ്തികതയുടെ നാച്ചുറൽ സയൻസിന്റെ വ്യൂവിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? കാരണം എവല്യൂഷൻ തിയറിയെ ഒരേ സമയം അതിനെ ഡീബങ്ക് ചെയ്ത സയന്റിസ്റ്റുകളുണ്ട്. എവല്യൂഷൻ അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന സയന്റിസ്റ്റുകളുണ്ടാകും. കാര്യമുണ്ട്, അവർ ഫിസിക്സ് മാത്രം പഠിച്ചവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ കെമിസ്ട്രി മാത്രം പഠിച്ചവരായിരിക്കും. എവല്യൂഷൻ പഠിക്കാതെ ലോകത്തിനെ മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഓക്കെ, അതേസമയം ആ എവല്യൂഷൻ തിയറി പ്രകാരം പ്രപഞ്ചത്തെ മുഴുവനും വിശദീകരിക്കാൻ, ജീവോൽപത്തിയെയോ അല്ലെങ്കിൽ പ്രപഞ്ചോൽപത്തിയോ വിശദീകരിക്കാൻ തക്ക നിലയിലുള്ള ഒരു സ്ട്രെങ്ത് മെക്കാനിസം അതിലില്ലാന്ന് നിരീക്ഷിച്ച ആൾക്കാരും സയന്റിസ്റ്റുകൾ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ച് അതിനെ ഞാൻ ഡിഗ്രേഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് ഉൽപ്പത്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ എവല്യൂഷണറി ആയിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെ. ഇപ്പം മൈത്രേയൻ പറയുന്ന ആർഗ്യുമെന്റിനെ അത്തരം ആർഗ്യുമെന്റുകളുടെ കൂട്ടത്തിൽ ഒരിടത്ത് പ്ലേസ് ചെയ്യാം, അതിനുള്ള ഞാൻ എതിരില്ല. അതേസമയം ആ ആർഗ്യുമെന്റ് അല്ല ഒന്നുകൂടി കൃത്യം എന്ന് പറഞ്ഞ് ഇതിനെ ഡീബങ്ക് ചെയ്യുന്ന ഒരുപാട് ആർഗ്യുമെന്റ്സ് മറ്റേ ഭാഗത്ത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി അത് നോക്കിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെയ്യുന്ന ആളുകളെല്ലാം യഥാർത്ഥത്തിൽ എവല്യൂഷണറി ആയിട്ട് ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ്.